ഹായ്, വെൽക്കം ടു ക്യാമ്പസ് വൈസ്. ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എന്താണ് ഓൺലൈൻ MBA. സെക്കൻഡ് വൺ, എങ്ങനെയാണ് ഓൺലൈൻ MBAക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സസ് കിട്ടുക, എക്സാംസ് എങ്ങനെയാണ് തുടങ്ങിയവ. മൂന്നാമത്തത്, ഓൺലൈനായിട്ട് MBA പഠിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എന്താണ് ഓൺലൈൻ MBA. ഓൺലൈൻ MBA എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കൊരു ഡൗട്ട് ഉണ്ട്. ഓൺലൈൻ MBA പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, വിദേശത്തോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UGC അംഗീകരിച്ചിട്ടുള്ളൊരു PG പ്രോഗ്രാം തന്നെയാണ് ഓൺലൈൻ MBA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദേശത്തോട്ട് പോകാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാംസ് എഴുതാനോ അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. എല്ലാ അഫിലിയേഷനുമുള്ള ഒരു MBA പ്രോഗ്രാം തന്നെയാണ് ഓൺലൈൻ MBA എന്ന് പറയുന്നത്. എന്താണ് ഓൺലൈൻ MBA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ UGക്ക് ശേഷം ഒരുപാട് പേര് ജോലിക്ക് കയറാറുണ്ട്. അപ്പോൾ ജോലിക്ക് കയറിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു PG ചെയ്യണം. ഇപ്പോൾ ഒരു ജോലിയിൽ തന്നെ ഒരു പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ വേറെ നല്ല ജോലികൾ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു PG ആവശ്യമായി വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ഓൺലൈനായിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ മോഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓൺലൈൻ MBAക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറക്റ്റായിട്ട് ഓൺലൈനിൽ ക്ലാസ്സസ് കിട്ടും. എക്സാംസ് എല്ലാം ഓൺലൈൻ ത്രൂ ആയിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. എക്സാം ആണെങ്കിലും നമ്മളിപ്പം എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഇരുന്ന് എക്സാം എഴുതാം. ഇപ്പം ഇന്ത്യക്ക് പുറത്തോട്ടൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഇരുന്ന് തന്നെ അവർക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഓൺലൈൻ MBAക്ക് ഉണ്ട്. ഓൺലൈൻ MBAയുടെ ക്ലാസ് എക്സാംസിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓൺലൈൻ MBAക്ക് നമ്മളൊരു യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സസ് എല്ലാം തന്നെ ഓൺലൈൻ ത്രൂ ആയിരിക്കും. കംപ്ലീറ്റ്ലി അവർക്കൊരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം കാണും. അത് ത്രൂ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കറക്റ്റായിട്ട് ഒരു PDF അല്ലെങ്കിൽ നോട്ട്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ആ പോർട്ടലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ റെഗുലറായിട്ട് കോളേജിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാക്കൽറ്റീസിനോട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മുടെ ക്ലാസ്മേറ്റ്സുമായിട്ട് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഇതുപോലെയൊക്കെയുള്ള എല്ലാ അവസരങ്ങളും ഈ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ കാണും. നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ പ്രോജക്റ്റ്, സെമിനാർ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ പോർട്ടൽ ത്രൂ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം ആണെങ്കിലും ഓൺലൈൻ ത്രൂ ആയിരിക്കും. കൂടുതലും യൂണിവേഴ്സിറ്റീസിൽ സെമസ്റ്റർ വൈസാണ് എക്സാം വരുന്നത്. അത് നിങ്ങൾക്ക് ഓൺലൈൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പം എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് എക്സാം ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈൻ ആയിട്ട് നമ്മൾ PG അല്ലെങ്കിൽ ഓൺലൈനായിട്ട് MBA ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് വരും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാക്ക് പേർപ്പസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 1.5-2 മാസത്തിനിടയ്ക്ക് തന്നെ അതിൻ്റെ സപ്ലിമെൻ്ററി എക്സാമും പല യൂണിവേഴ്സിറ്റീസിനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എന്നാൽ പ്രോപ്പർ ട്രെയിനിങ്ങും പ്രോപ്പർ ക്ലാസ്സസും കിട്ടി പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഓൺലൈൻ MBA എന്ന് പറയുന്നത്. പിന്നെ ഓൺലൈൻ MBAയുടെ ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ, അതിപ്പോൾ ഓൺലൈൻ MBA മാത്രമല്ല, ഓൺലൈൻ ഡിഗ്രി അല്ലെ PG, ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ഇതിനെ നമുക്ക് പ്യുവർലി സെയിം ആസ് റെഗുലർ PG അല്ലെങ്കിൽ റെഗുലർ ഡിഗ്രി എന്നൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സസ് കിട്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ റെഗുലറായിട്ട് കോളേജിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ഒരു ലേണിംഗ് അവേഴ്സ് ഉണ്ട്. ഇപ്പം PG ആണെങ്കിൽ 2700 ലേണിംഗ് അവേഴ്സും 90 ക്രെഡിറ്റ് പോയിന്റ്സും ആണ് കിട്ടുന്നത്. ഓൺലൈൻ്റെ കേസ് വരുമ്പം ഓൺലൈൻ MBAക്ക് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസും പ്രോപ്പർ ക്ലാസ്സസ് കിട്ടി പഠിക്കുന്നുണ്ട്. അവർക്കും 2700 ലേണിംഗ് അവേഴ്സും 90 ക്രെഡിറ്റ് പോയിന്റ്സും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് കിട്ടത്തില്ല. കാരണം ഡിസ്റ്റൻ്റ് ഡിഗ്രിക്ക് ക്ലാസ്സസ് ഇല്ല. UGCയുടെ നിയമപ്രകാരം ഈ ലേണിംഗ് അവേഴ്സ് നില്ലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്രെഡിറ്റ് പോയിന്റ്സ് എന്തോ 40 ക്രെഡിറ്റ്സോ അത്രയും കണ്ടേ കിട്ടുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്തോട്ട് ജോലിക്ക് ശ്രമിക്കുമ്പോഴാണ് ഇതൊരു കറക്റ്റ് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. കാരണം മിനിമം 90 ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് PG ക്വാളിഫിക്കേഷൻ വെച്ചുള്ള ജോലികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഓൺലൈനായിട്ട് MBA ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. റെഗുലറായിട്ട് MBA ചെയ്യുന്ന അതേ സർട്ടിഫിക്കറ്റ് വാല്യൂ ഓൺലൈൻ MBAക്കും കിട്ടുന്നുണ്ട്. സോ
കോളേജിൽ പോയി റെഗുലറായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് MBA ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ MBA ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നിങ്ങൾക്കൊരു വെർച്വൽ വേൾഡിൽ, ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് റൂമിൽ കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും റെഗുലർ MBAയുടെ അതേ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് മെയിൻ സർട്ടിഫിക്കറ്റ് വരാൻ നേരത്ത് അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു മെയിൻ സർട്ടിഫിക്കറ്റ് തന്നെ ഓൺലൈൻ MBA ആണെന്ന് മെൻഷൻ ചെയ്യത്തില്ല. നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റിലായിരിക്കും പല യൂണിവേഴ്സിറ്റീസിൽ മോഡ് ഓഫ് സ്റ്റഡി ഓൺലൈൻ എന്ന് മെൻഷൻ ചെയ്യുന്നത്. കാരണം UGC പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഡിസ്റ്റൻ്റിലേക്ക് ആകുമ്പോൾ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണല്ലോ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഇതങ്ങനെയല്ല, ഇത് കറക്റ്റ് മെയിൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റെഗുലറിൻ്റെ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും സർട്ടിഫിക്കറ്റ് വരുന്നത്. ട്രാൻസ്ക്രിപ്റ്റിൽ മാത്രമേ മോഡ് ഓഫ് ഡെലിവറി ഓൺലൈൻ എന്ന് മെൻഷൻ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഓൺലൈൻ MBA പഠിക്കാനായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് UGC അപ്രൂവൽ. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് UGCയുടെ വെബ്സൈറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അപ്രൂവൽ. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ കിട്ടത്തുള്ളൂ. ഇതും നിങ്ങൾക്ക് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ഗവൺമെൻറ് വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി ചെക്ക് ചെയ്താൽ ആ യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ MBAയുടെ ആകുമ്പോൾ AICTE അപ്രൂവ്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം. AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ UGക്ക് 50% മുകളിൽ മാർക്ക് വേണം കേട്ടോ. UGക്ക് 50% മുകളിൽ മാർക്കുള്ള സ്റ്റുഡൻസിനെ AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 49% ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ പറ്റത്തില്ല. AICTE അപ്രൂവ്ഡ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ പറ്റും. പക്ഷേ AICTE അപ്രൂവലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ചില ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിലോട്ട് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ചിലർ പറയാറുണ്ട് AICTE അപ്രൂവൽ MBAക്ക് വേണമെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് 50% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും AICTE അപ്രൂവലും കൂടി നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ PSC ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ NIRF ആദ്യത്തെ 100 റാങ്കിനുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാറ്. 100 റാങ്കിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ് എക്സാംസ് PSC എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റൂ. പിന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ NAC അക്രഡിറ്റേഷൻ, ഇപ്പോൾ NAC A+ അല്ലെങ്കിൽ NAC A++ ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല നിലവാരമുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഒരു ക്ലാസ്സിൻ്റെ ക്വാളിറ്റി, പാസ് പെർസെൻറ്റേജ്, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടോ, എക്സാംസ് ഒക്കെ എങ്ങനെയാണ്, ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ഓൺലൈൻ MBA ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഫീസും കൂടി നോക്കുക. കാരണം നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കുമല്ല, ഓൺലൈനാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വേണം ചൂസ് ചെയ്യാൻ. കാരണം ഒരുപാട് ഫീസ് മുടക്കി നമ്മളിപ്പോൾ റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുന്ന അതേ ഫീസൊക്കെ മുടക്കി പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ പല യൂണിവേഴ്സിറ്റീസും പ്ലേസ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് സപ്പോർട്ട്, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് MBA പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൺലൈനായിട്ട് MBA പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ഇതിൻ്റെ ബാക്കി അഫിലിയേഷൻസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.